A nurse is monitoring a child for bleeding after surgery for removal of brain tumor. The nurse checks the head dressing for the presence of blood and notes a colorless drainage on the back of the dressing. Which of the following is the appropriate nursing intervention? Options are: notify the physician, reinforce the dressing, document the findings and continue to monitor. Circle the area of drainage and continue to monitor. Correct answer ഓപ്ഷൻ എ ആണ്, നോട്ടിഫൈ ദ ഫിസിഷ്യൻ. ക്രേനിയോട്ടമിക്ക് ശേഷം ഡ്രസ്സിങ്ങിൽ കളർലെസ് ഡ്രെയിനേജ് കാണുകയാണെങ്കിൽ അത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണെന്ന് മനസ്സിലാക്കാം. ദാറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ ഫിസിഷ്യൻ ഇമ്മീഡിയറ്റ്ലി. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ എടുക്കേണ്ടതാണ് ടു പ്രിവെൻറ്റ് ഫർദർ കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഇന്നാക്യുറേറ്റ് ആണ്. The nurse provides home care instruction to the parent of a child with acute immunodeficiency syndrome. Which statement by the parent indicates the need for further teaching? Options are: I will wash my hand frequently. I will keep my child's immunization up to date. I will avoid direct unprotected contact with my child's body fluid. I can send my child to the daycare if he has a fever as long as it is a low grade fever. ഇവിടെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഐ ക്യാൻ സെൻഡ് മൈ ചൈൽഡ് ടു ഡേ കെയർ ഇഫ് ഹി ഹാസ് എ ഫീവർ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് എ ലോ ഗ്രേഡ് ഫീവർ. എയ്ഡ്സ് ഉള്ള ഒരു കുട്ടി സിക്കാണെങ്കിലോ ഫീവർ ആണെങ്കിലോ നമ്മൾ വീട്ടിൽ തന്നെ ഇരുത്തി നോക്കേണ്ടതാണ്. വി ആർ നോട്ട് സപ്പോസ് ടു ബ്രോട്ട് ടു ദ ഡേ കെയർ സെൻറ്റർ. മറ്റ് ഓപ്ഷൻസ് ഒക്കെ കറക്റ്റാണ്. എയ്ഡ്സ് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതും ഇമ്മ്യൂണൈസേഷൻ അപ് ടു ഡേറ്റ് ആക്കി വെക്കേണ്ടതും അതുപോലെ കുട്ടിയുടെ ബോഡി ഫ്ലൂയിഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഫീവർ ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും കുട്ടിയെ ഡേ കെയറിൽ വിടാൻ പാടില്ല. ആഫ്റ്റർ സർജിക്കൽ റിമൂവൽ ഓഫ് ബ്രെയിൻ ട്യൂമർ, the physician write a prescription to maintain the child in flat position. During the postoperative period, a nurse is monitoring the child and noted that the child is restless, pulse rate is elevated and BP is decreased. The nurse suspects that the child is in shock. Which of the following would be the appropriate nursing action? Options are: notify the physician, elevate the head of the bed, increase intravenous fluid, place the child in Trendelenburg position. Correct answer ഓപ്ഷൻ എ ആണ്, നോട്ടിഫൈ ദ ഫിസിഷ്യൻ. ക്രേനിയോട്ടമിക്ക് ശേഷം ചൈൽഡിനെ ഒരിക്കലും ട്രെൻഡലൻബർഗ് പൊസിഷനിൽ കിടത്താൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഇൻട്രാക്രേനിയൽ പ്രഷർ. ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയാൽ പിന്നീടും ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുകയാണ്. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്താലും ദർ ഇസ് എ ചാൻസ് ഫോർ ഇൻക്രീസിങ് ഇൻട്രാക്രേനിയൽ പ്രഷർ. ഈ ഒരു സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ്ലി ദ നഴ്സ് ഹാസ് ടു നോട്ടിഫൈ ദ ഫിസിഷ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. An infant of a mother infected with HIV is seen in the clinic each month and is being monitored for symptoms of human immunodeficiency virus infection. The nurse assesses the infant, knowing that the most common opportunistic infection of children infected with HIV is. Options are: meningitis, gastroenteritis, cytomegalovirus infection, pneumocystic ജിറോവെസി ന്യൂമോണിയ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂമോസിസ്റ്റിക് ജിറോവെസി ന്യൂമോണിയ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ഏതാണെന്നാണ്.
എയ്ഡ്സ് പേഷ്യൻറ്റിന് ജനറലൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ഫങ്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദേ ആർ പ്രോൺ ടു ഡെവലപ്പ് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ്. 3 to 6 months ഓഫ് ഏജിലുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷനാണ് ന്യൂമോസിസ്റ്റിക് ജിറോവെസി ന്യൂമോണിയ. സൈറ്റോമെഗാലോവൈറസ് ഇൻഫെക്ഷനും ഈ HIV ഇൻഫെക്റ്റഡ് പേഴ്സണിൽ കാണാറുണ്ട്. എങ്കിൽ പോലും ഇറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് കോമൺ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ. A clinic nurse is instructing the mother of a child with HIV infection regarding immunizations. The nurse tells the mother that options: the hepatitis B vaccine will not be given to the child. The inactivated influenza vaccine will be given yearly. The varicella vaccine will be given before 6 months of age. A Western blot test needs to be performed and the result evaluated before immunization. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ വിൽ ബി ഗിവൺ ഇയർലി. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ കോമൺ ചൈൽഡ്ഹുഡ് ഇൽനെസ്സിനെതിരെ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ടതാണ്. ഇൻഫ്ലുവൻസ വാക്സിൻ ഷുഡ് ബി ഗിവൺ ഇയർലി. ഇൻഫ്ലുവൻസ വാക്സിൻ ഒരു IM ആയിട്ടാണ് കൊടുക്കാറ്. മറ്റ് ഓപ്ഷൻസൊക്കെ കറക്റ്റ് അല്ല. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് കൊടുക്കാം. വേരിസെല സോസ്റ്റർ വൈറസ് വാക്സിൻ കൊടുക്കാൻ പാടില്ല. വേരിസെല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബിനാണ് സാധാരണഗതിയിൽ ചിക്കൻ ബോക്സിൽ എക്സ്പോസ്ഡ് ആയതിനു ശേഷം കൊടുക്കാറുള്ളത്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ടല്ല നമ്മൾ അങ്ങനെ ഒരു ടെസ്റ്റിന്റെ ആവശ്യകതയില്ല ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നതിന്. The mother of a 4-year-old child brings the child to the clinic and tells the pediatric nurse specialist that the child's abdomen seems to be swollen. During further assessment of the subjective data, the mother tells the nurse that the child is eating well and the activity level of the child is unchanged. The nurse, suspecting the possibility of Wilms tumor, would avoid which of the following during physical assessment? Options are: palpating the abdomen for a mass, assessing the urine for the presence of hematuria, monitoring the temperature for the presence of fever, monitoring the blood pressure for the presence of hypertension. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വിൽംസ് ട്യൂമർ ഈസ് ദ മോസ്റ്റ് കോമൺ ഇൻട്രാ അബ്ഡോമിനൽ ആൻഡ് കിഡ്നി ട്യൂമർ ഇൻ ചൈൽഡ്ഹുഡ്. വിൽംസ് ട്യൂമർ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ട്യൂമർ മാസ് ഒരിക്കലും പാൽപേറ്റ് ചെയ്യാൻ പാടില്ല നേഴ്സസ്. കാരണം ഈ മാനിപ്പുലേഷൻ കാരണം ചിലപ്പോൾ കാർസിനസ് സെൽ ക്യാൻ സ്പ്രെഡ് ടു ദ നിയർ ബൈ പ്ലേസസ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. A home care nurse provides instructions regarding basic infection control to the mother of an infant with HIV infection. Which statement, if made by mother, indicate the need for further instructions? Options are: I will wash baby bottles, nipples and pacifiers with dishwash. I will clean up any spills from the diaper with full strength alcohol. I will be sure to prepare foods that are high in calories and high in protein. I will be sure to wash my hands carefully before and after caring of my infant. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഐ വിൽ ക്ലീൻ അപ്പ് മൈ സ്പിൽസ് ഫ്രം ദ ഡയപ്പർ വിത്ത് ഫുൾ സ്ട്രെങ്ത് ആൽക്കഹോൾ. HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബ്ലഡ്, സെമൻ, വജൈനൽ സെക്രീഷൻ, അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് ഇതുവഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടതാണ്.
Alcohol is not effective in destroying the virus. So the correct answer is option B. A physician prescribes laboratory studies for an infant of a woman positive for HIV to determine the presence of HIV antigen in the infant. The nurse anticipates that which laboratory study will be prescribed for the infants. Options are chest X-ray, Western blot, CD4 cell count, P24 antigen assay. Correct answer option D ആണ് P24 antigen assay. Presence of HIV in infant is confirmed by P24 antigen assay, virus culture of HIV or polymerase chain reaction. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് വഴി HIV ആൻറ്റിബോഡിയുടെ പ്രസൻസ് ആണ് കൺഫേം ചെയ്യാൻ പറ്റുക. P24 ആൻറ്റിജൻ അസേ വഴി HIV ആൻറ്റിജൻസിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ കഴിയും. CD4 കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ഹൗ വെൽ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് വർക്കിംഗ്. ചെസ്റ്റ് എക്സ്റേ വഴി എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? HIV ഇൻഫെക്ഷൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആയ ഫോർ എക്സാമ്പിൾ ന്യൂമോണിയ പോലുള്ള പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചെസ്റ്റ് എക്സ്റേ HIV പേഷ്യൻസിന് എടുക്കുന്നത്. HIV ആൻറ്റിജനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് P24 ആൻറ്റിജൻ അസേ വഴിയാണ്. A mother with HIV infection brings her 10-month-old infant to the clinic for routine checkup. The physician has documented that the infant is asymptomatic for HIV infection. After the checkup, the mother tells the nurse that she is so pleased that the infant will not get HIV. The appropriate nursing response to the mother is, options are, I am so pleased also that everything has turned out fine. Because symptoms have not developed, it is unlikely that your child will develop HIV infection. Everything look great, but be sure that you return with your infant next month for the scheduled visit. Most children infected with HIV develop symptoms within the first 9 months of life, and some become symptomatic sometimes before they have 3 years old. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുട്ടികളിൽ ഇമ്മച്വർ ഇമ്മ്യൂൺ സിസ്റ്റം ആയതുകൊണ്ട് ഇൻക്യുബേഷൻ പീരീഡ് അഡൽസിനേക്കാളും കുറവായിരിക്കും. മിക്കവാറും കുട്ടികളിൽ ഫസ്റ്റ് 9 months ഓഫ് ലൈഫിനുള്ളിൽ തന്നെ അവർക്ക് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. പക്ഷെ കുറച്ച് കുട്ടികളിൽ ഒരു 3 വയസ്സിനുള്ളിൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഏറ്റവും സ്പെസിഫിക്കും ആക്യുറേറ്റുമായിട്ടുള്ള ആൻസർ.